ഡേറ്റ ഫ്ലോ എങ്ങനെയാണ് ഇത് വെരിഫൈ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഡേറ്റ ഫ്ലോ വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാൻഡിഡേറ്റ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യുന്നത്? ഡേറ്റ ഫ്ലോ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ എഡ്യൂക്കേഷൻ BSc ആണ്, BSc ഡിപ്ലോമയാണ്, ഡിപ്ലോമ MSc തുടങ്ങിയ എഡ്യൂക്കേഷണൽ യൂണിവേഴ്സിറ്റി ഡോക്യുമെന്റ്സുകൾ. അതോടൊപ്പം തന്നെ അവർക്കൊരു ഹെൽത്ത് പ്രൊഫഷണൽ ലൈസൻസ് ഇന്ത്യയിലോ അവരുടെ ഹോം കൺട്രിയിലോ അവരെടുത്തിരിക്കുന്ന ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ, മിനിമം ഓഫ് ലാസ്റ്റ് 2 years ആൻഡ് ഡിപ്പെൻഡ് ഓൺ പ്രൊഫഷണൽ ലൈസൻസിംഗ് കാറ്റഗറി. ഇപ്പോൾ EQR എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഡേറ്റ ഫ്ലോ, നമ്മൾ ഈ ഡോക്യുമെന്റുകൾ കളക്ട് ചെയ്തിട്ട് ഇത് ഡേറ്റ ഫ്ലോയ്ക്ക് അയക്കും. അവർ ഈ ഡോക്യുമെന്റ് ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അവർ ബൈ ഇമെയിൽ അവരയക്കും. അപ്പോൾ അവർ സ്ഥിരമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ, അപ്പോൾ ഡേറ്റ ഫ്ലോ എഡ്യൂക്കേഷൻ ലൈസൻസ് ഗുഡ് സ്റ്റാൻഡിംഗ് അങ്ങനെ വെരിഫൈ ചെയ്യും. ഇനി എക്സ്പീരിയൻസിന്റെ കാറ്റഗറിയിലേക്ക് ഹോസ്പിറ്റലുകൾക്ക് ഒരു ഡിജി ഫ്ലോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതിനകത്തുകൂടി ഓട്ടോമാറ്റിക്കലി അവർ ഒരു വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും. അതല്ല ഒരു മിഡിൽ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഡേറ്റ ഫ്ലോക്ക് വെരിഫിക്കേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ബൈ ഫോൺ, ടെലിഫോണിക്, ബൈ ഇമെയിൽ, ബൈ കൊറിയർ. ഇനി അതുമല്ലാതെ ചിലപ്പോൾ അവർക്ക് അവരുടെ എക്സിക്യൂട്ടീവ്സ് നേരിട്ട് ഹോസ്പിറ്റലിൽ പോയി ചെന്ന് അവിടെ ഫോട്ടോസ് എടുക്കുകയും അവരുടെ സാലറി സർട്ടിഫിക്കറ്റുകൾ ചോദിക്കുകയും അതുപോലുള്ള എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കും.